പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. പൃഥ്വിരാജിൻ്റെ റീസെൻറ്റ് മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത്ര വർക്കാവാത്ത പടങ്ങളാണ്. അതിപ്പോൾ സർസമീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിലായുധ ബുദ്ധ ആവട്ടെ, ഈ ലാസ്റ്റ് വന്ന പള്ളിച്ചട്ടമ്പി ആയിക്കോട്ടെ. ഈവൻ ദോ പൃഥ്വിരാജ് അല്ല ആ സിനിമയിൽ ലീഡ് റോളെങ്കിലും എനിക്ക് ആ പടവും വർക്കാവാത്തൊരു സിനിമയാണ്. സോ ഐ നോബഡി ഇവർ അനൗൺസ് ചെയ്തു പടം വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത ഒരു മൂവിയല്ല. എനിക്ക് ഈ മൂവിയുടെ ടീസർ വന്നപ്പോഴത്തേനും ഇത് കൊള്ളാലോ പരിപാടി, ഇവർ ഈ ഫുഡ് വെബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ രസമുണ്ടല്ലോ എന്ന് ഉള്ളൊരു തോന്നലുണ്ടായി. പക്ഷേ അതിനുശേഷം വന്ന ട്രെയിലർ എനിക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ കണ്ടപ്പോഴത്തേക്കിനും ട്രെയിലറിൽ വീണ്ടും ഇതൊരു യൂഷ്വൽ ഒരു ഹൈസ്റ്റ് മൂവി പോലെ തന്നെ, ബാങ്ക് റോബറി, അത് കഴിഞ്ഞിട്ട് ഇവരെ ചേസ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിൽ ഫാമിലി വരുന്നു, അവസാനം ഇവരെ പിടിക്കുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നു. ഇറ്റ്സ് ഈ യൂഷ്വൽ ആ പാറ്റേൺ തന്നെയാണ് ഇത് പോകുന്നത് എന്ന് ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റും കൂടെ വീണ്ടും പോയി. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഈ പടത്തിന് ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിസാം ബഷീർ എന്നുള്ള ഈ സിനിമയുടെ ഡയറക്ടറും ഈ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് റൊഷാക്ക് എന്നുള്ള ടൈറ്റിൽ കാർഡും കണ്ടിട്ട് മാത്രമാണ്. റൊഷാക്ക് എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നതിൽ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തരുന്നൊരു പടമാണ്. കാരണം വളരെ എക്സ്പെരിമെൻ്റലായിട്ട് വളരെ ഒരു ഡിഫറെൻറ്റ് വൈബിൽ പോകുന്ന ഒരു പടമായിരുന്നു റൊഷാക്ക്. ആൻഡ് എനിക്ക് റൊഷാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. സോ അതിൻ്റെ ഡയറക്ടർ അടുത്തൊരു മൂവി ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷ കാണുമല്ലോ. ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് ഞാൻ പോയത്. ഇപ്പം ഞാൻ അല്ലാതുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അതൊന്നും എനിക്കത്ര എൻ്റെ ഇൻട്രസ്റ്റിനെ വല്ലാണ്ട് പീക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിത് പറഞ്ഞേ പറ്റുള്ളൂ, ദിസ് മൂവി സർപ്രൈസിംഗ്ലി ഗുഡ്. ഇത് ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ ഈ പടത്തിന് പോയതുകൊണ്ട് തോന്നുകയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്താ, സ്റ്റാർട്ട് ടു ഫിനിഷ് ഞാൻ അത്യാവശ്യം എൻ്റർടൈൻഡ് ആയിരുന്നു. കാരണം ഞാൻ ഈ പടത്തിന് പോകുമ്പോഴത്തേനും എൻ്റെ ആകെയുള്ള പ്രാർത്ഥന ഇതൊരു ടിപ്പിക്കൽ ഹേസ്റ്റ് മൂവി ആവല്ലേ എന്നായിരുന്നു. ആൻഡ് ഇത് അങ്ങനെ ഒരു ടിപ്പിക്കൽ ഹേസ്റ്റ് മൂവി അല്ല. ഖലീഫ പോലെ തന്നെ ഒരു ബിഗ് സ്ക്രീനിന് വേണ്ടി, ഒരു വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി വലിയ ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന സിനിമയാണ് നോബഡി. പല ഷോട്ടും കാണുമ്പോഴത്തേക്കും ഇങ്ങേരി പറഞ്ഞതൊന്നും വെറുതെ അല്ലെന്ന് എനിക്ക് തോന്നി. ഈ പടത്തിന് ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ച ഒരു മീഡിയം ലെവൽ ഒരു പടം, അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, എന്നാലും ഒരു ഫാമിലി സ്മോൾ സ്കെയിൽ ഒരു ഹേസ്റ്റ് പടം എന്ന എക്സ്പെക്റ്റേഷൻസും കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ട എന്താ പറയുക, ഇൻക്രെഡിബിൾ മേക്കിംഗ്. ഒരു രീതിയിൽ ഇവർ മേക്കിങ്ങിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ആ ഡയറക്ടറിൻ്റെ വിഷന് വേണ്ടി വന്നോ അതൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് അത് കാണാനും ഉണ്ട്. അത് ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എന്താ പറയുക, അവർ ഷോർട്സ് വെച്ചിരിക്കുന്നതായിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ ആസ്പെക്റ്റിലും മേക്കിംഗ് വൈസ് ഈ പടം ഒരു 10 on 10 ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ആൻഡ് അത് റൊഷാക്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. സോ വി എക്സ്പെക്ട് ദ സെയിം ആൻഡ് ദി മീറ്റ് ദി എക്സ്പെക്ടേഷൻ. ഉള്ളത് പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ ഉള്ള മൂവി എന്നും പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷേ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ മൂവി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മുതൽ നല്ല കിടില ആക്ഷൻ സീൻസ് ആണുള്ളത്. ആൻഡ് എല്ലാ ആക്ഷൻ സീൻസും ഒട്ടും ബോറിങ്ങോ റിപ്പറ്റേറ്റീവോ ഒന്നുമല്ല. നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടും ഫീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വളരെ എക്സിലറേറ്റിംഗ് ആണ് ഈ ആക്ഷൻ സീൻസ് എല്ലാം. അടുത്തതായിട്ട് ഈ സിനിമയിലെ മ്യൂസിക്, ജെയ്ക്സ് ബിജോയ് പതിവ് പോലെ കിടിലം പരിപാടി. ഇതിപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അന്യായ മ്യൂസിക്കാണ് എല്ലാ പടത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പടം കുറച്ച് മോശമായാലും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് അപ്പോഴും കിടിലായിരിക്കും. ഈ സിനിമയിലും ഉണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പടം കുറച്ചൊന്ന് പുറകിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് അതിനെ എലിവേറ്റ് ചെയ്ത് നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പല സ്ഥലങ്ങളിലും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് തുടക്കത്തിലൊരു പാട്ടൊക്കെ വരുന്നുണ്ട്, അത് പഞ്ചാബിയോ ഹിന്ദിയോ എന്തോ ആണ്, പക്ഷേ കിടില സാധനം. ആൻഡ് ഡസൻറ്റ് ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. ഒരു മലയാളം പടത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസിൽ ആ ഒരു ഹിന്ദി പാട്ട് വരുമ്പോഴും നമുക്ക് ഒട്ടും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ആൻഡ് ആ ഒരു സീൻസിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ആ പാട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ഓവറോൾ ജെയ്ക്സ് ബിജോയ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ലാസ്റ്റായിട്ട് എടുത്ത് പറയേണ്ടതാണ് പൃഥ്വിരാജിൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്ന 2 കുട്ടികൾ. അവർ 2 പേരും അന്യായ പെർഫോമൻസ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇവരോട് സ്നേഹം തോന്നും. ഈ കുട്ടികളും പാർവതിയുമാണ് ശരിക്കും ഐ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ഇമോഷണൽ കോർ.
ഇവരാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ മൂവി ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹൈസ്റ്റ് മൂവി ആയിട്ട് പോകണ്ട ഈ മൂവിക്ക് ഒരു ഹാർട്ടും ഒരു സോളും കൊടുക്കുന്നത് ഈ 3 ക്യാരക്ടേഴ്സാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്നത്. നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും കൂടെ ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോഴും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറയുമ്പോഴും ഒന്നും ഞാനിതൊരു ഫ്ലോലെസ് മൂവിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ലെവൽ മീറ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വീക്കെൻഡ് ഒരു മൂവി കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടൊരു പടത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ മൂവി. ഒട്ടും നിങ്ങൾക്ക് പൈസ വേസ്റ്റായെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ നിങ്ങൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇതിലെ ആക്ഷൻ സീൻസ് ഒന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പേർപ്പസ്ഫുള്ളി ദിസ് ഇസ് മെയ്ഡ് ഫോർ തിയേറ്റർ. ഇത് തിയേറ്റർ വാച്ചിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. സോ അത് പരമാവധി പറ്റുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വന്ന അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഐ നോബഡി എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശരി എന്നാൽ.